പിന്നെ വുളു എടുത്തതിന് ശേഷം അമുസ്ലിം നമ്മെ തൊടുകയോ നമ്മൾ ഒരു അമുസ്ലിമിനെ തൊടുകയോ ചെയ്താൽ വുളു മുറിയുന്നതല്ല. വുളു മുറിയില്ല. മുറിയോ എന്നാണ് ചോദ്യം. വുളു മുറിയില്ല. മുസ്ലിമെ തൊട്ടാലും എന്ത് ചെയ്യില്ല? വുളു മുറിയില്ല. പിന്നെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ്, പലിശ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അത് ജനങ്ങളുടെ പൊതു ഉപകാരങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റുന്നതാണ്. പൊതുവായ ഉപകാരം, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. പൊതുവായ ഒരു റോഡ് പണി നടക്കാണ്, കാട് വെട്ടാണ്, എന്നാ പിന്നെ അയക്ക് എന്ത് ചെയ്യാൻ? നിങ്ങളെ വക ഈ പലിശന്റെ പൈസ കൊടുക്കാൻ പറ്റും. പൊതുവായ ഒരു ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റ്, പൊതുവായ ഒരു കിണർ നിർമ്മിക്കുകയാണ്, അതിന് കൊടുക്കാം. പൊതുവായ റോഡ് വെട്ടാണ്, പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വിഷയത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് ഹറാമാണ്, ഹറാമിന്റെ സമ്പാദ്യമാണ്. അറിഞ്ഞുകൊണ്ട് മറ്റു മതസ്ഥരുടെ രക്തം സ്വീകരിക്കാൻ പറ്റുമോ? അത് ഉലമാ പറയുന്നത് രക്തത്തെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യന്റെ അവയവത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കുഫ്റില്ലെന്നാണ്. ഒരു കാഫിറായ മനുഷ്യന്റെ രക്തമാണെങ്കിലും അത് കാഫിറാണോ? അല്ല, കാഫിറല്ല. ഒരാൾക്ക് അതേ അവൈലബിൾ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. രക്തം എന്തല്ല, ആ രീതിയിൽ കാഫിറിന്റേതല്ലേ എന്നുള്ള പ്രശ്നം. മുസ്ലിമിന്റേത് പറ്റൂ, കാഫിറിന്റേതും സ്വീകരിക്കാൻ പറ്റും, അതിന് കുഴപ്പമില്ല എന്നാണ്. കാരണം ഒരു മനുഷ്യന്റെ അവയവത്തെ സംബന്ധിച്ച് കുഫർ പറയാൻ പാടില്ല എന്നാ. അവന്റെ കൈ, കണ്ണ് കാഫിറാണെന്നോ അവന്റെ നാവ് കാഫിറാണോ, ഇങ്ങനെയല്ല. കുഫർ അവന്റെ ശരീരത്തിൽ, അവന്റെ ഹൃദയത്തിലൂടെ വരുന്ന വിശ്വാസം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോ എന്തില്ല, രക്തത്തിന്റെ വിഷയത്തിൽ അത് ബാധിക്കില്ല. ഉലമാ അത് ചർച്ച ചെയ്ത വിഷയമാണ്. കാഫിറിങ്ങളുടെ പറ്റും, അതിന് കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ്. ഒരു സ്ത്രീ മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. വുളു ഇല്ലാതെ ഖുർആനിന്റെ തർജമ വായിക്കാമോ? അതിന് കുഴപ്പമില്ല. വുളു ഇല്ലാതെ ഖുർആന്റെ തർജമ അല്ലെങ്കിൽ ഖുർആനിന്റെ വ്യാഖ്യാനം വായിക്കുന്നതിന് എന്തില്ല, കുഴപ്പമില്ല. ഹൈദ് പോലെയുള്ള അശുദ്ധി ഉണ്ടാകുന്ന സമയം രാവിലെ വൈകുന്നേരം ചൊല്ലാതെ ദിക്ർ, ആയത്തുകളും സ്വലാത്തുകളും ചൊല്ലാൻ പറ്റുമോ? ചൊല്ലാൻ പറ്റും, ഇൻഷാ അല്ലാഹ്. അതിന് വിരോധമില്ല. എത്രത്തോളം എന്നാൽ ഖുർആൻ ഓതാൻ പാടില്ല, എന്നാലും ഖുർആനിൽ ദിക്റായിട്ട് ഓതപ്പെടുന്നത് അപ്പോഴും ഓതാൻ പറ്റുന്നതാണ്. ഒരാൾ ഉറങ്ങുമ്പോൾ എന്നും ആയത്തിനെ കുറിച്ച് ഓതാറുള്ള പെണ്ണാണ്, അവൾ അശുദ്ധിയുള്ള സമയമാണ്. എന്നാൽ എന്തല്ല, ദിക്ർ എന്ന രീതിയിൽ അവൾക്ക് ആയത്തിനെ കുറിച്ച് ഓതാവുന്നതാണ്. അങ്ങനെ ദിക്ർ ചൊല്ലുന്നതിന് വിരോധമില്ല. പിന്നെ വേറെ വിഷയം പറഞ്ഞിരുന്നു, സംസം വെള്ളത്തെ സംബന്ധിച്ചുള്ള ഒരു വിഷയമുണ്ട്. സംസം വെള്ളം അതിശ്രേഷ്ഠവും പുണ്യവുമായ, മക്കയിലൊക്കെ ചെന്നാൽ വയറ് നിറച്ച് കുടിക്കണം എന്നാണ്, നന്നായിട്ട് കുടിക്കണം എന്നാണ്. മുനാഫിക്കായ മനുഷ്യൻ കുറച്ചേ കുടിക്കുള്ളൂ എന്നാ സംസം വെള്ളം. അങ്ങനെ തന്നെ ഉണ്ട് ഹദീസിൽ. കപടവിശ്വാസിയായ ആള് സംസം വെള്ളം കുറച്ചേ കുടിക്കുള്ളൂ. മുഅ്മിനായ മനുഷ്യൻ അത് വയറ് നിറയെ കുടിക്കണം എന്നാ. വേറൊന്നും വയറ് നിറയെ കുടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ശരീരത്തിന് മതിവരോളം കുടിച്ചേക്കണം എന്നാണ് സംസം വെള്ളം. അത് കൊണ്ടുവരിക, അത് സൂക്ഷിക്കുക, വീടുകളിലൊക്കെ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക. അത് ഏറ്റവും ഉപകാരമുള്ള സംഗതിയാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാട്ടില് പുരയിലൊക്കെ നിസ്കാര റൂം വെക്കാറുണ്ട് അല്ലേ? ചിലപ്പോൾ വീടുണ്ടാക്കുമ്പോഴൊക്കെ നിസ്കാര റൂം, അത് അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്താൽ അതിൽ നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക് കയറാൻ പറ്റുമോ ഇല്ലേ എന്നാണ്. അപ്പൊ നിസ്കാര റൂം എന്ന്, പ്രയർ റൂം എന്ന്, അപ്പൊ ചില ഷോപ്പിംഗ് മാളിലൊക്കെ ഉള്ളതൊക്കെ അധികവും പ്രയർ റൂമുകളാണെന്ന. പ്രയർ റൂമും മോസ്കും വ്യത്യാസമുണ്ട്. പ്രയർ റൂം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്നാൽ ഇത്തികാഫിന്റെ കൂലി കിട്ടൂല, തഹിയ്യത്തിന്റെ സുന്നത്ത് അവിടെ അല്ല. നേരെ മറിച്ച് വീട്ടിലെ ഒരു റൂം നിസ്കരിക്കാനുള്ള റൂമായിട്ട് വെക്കുകയാണ് ഏറ്റവും നല്ലത്. അത് വഖഫ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഞാൻ പള്ളിയായിട്ട് നിസ്കരിക്കാനുള്ള സ്ഥലമായിട്ട്, അങ്ങനെ പള്ളിയായിട്ട് എന്നതിന്റെ അർത്ഥം വഖഫ് ചെയ്യാണ് എന്ന് പറഞ്ഞ് അത് എന്റെ ഉടമസ്ഥൻ വഖഫ് ചെയ്താൽ പിന്നെ ആ സ്ഥലം എല്ലാ കാലത്തും പള്ളിയാണ്. അതിന്റെ മേൽഭാഗം, അടിയിലെ റൂമാ വെച്ചത്, മേലെ റൂമൊക്കെ പള്ളിയാ, അശുദ്ധിയുള്ളവരോട് കയറാൻ പറ്റൂല. പള്ളിയായിട്ട് വഖഫ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇത്തികാഫിന്റെ കൂലിയൊക്കെ കിട്ടും, ഇത്തികാഫിന്റെ കൂലി. പക്ഷെ എന്താ വിഷയം, പിന്നീട് എന്തെങ്കിലുമൊക്കെ പൊളിച്ചു മാറ്റിയൊക്കെ ചെയ്യുമ്പോൾ ഇത് പള്ളിയാണ്, അത് വേറൊന്നും ചെയ്യാൻ പറ്റൂല. ഷോപ്പിംഗ് മാളിലൊക്കെ ഉള്ളതൊക്കെ എന്ത് ചെയ്യും, അവർ എക്സ്പാൻഷൻ ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് മാറ്റുകയാണ്, ഓല് പൊളിച്ചിട്ട് മാറ്റും. അതായത് പ്രയർ റൂം ഉള്ളൂ എന്നാ. അപ്പൊ അങ്ങനെ ഉണ്ടാവല്ലോ, നമ്മുടെ വഹദാമോളിൽ ഇവിടെ എല്ലായിടത്തും കാണില്ലേ പ്രയർ, വഹദാമോളിൽ പള്ളി തന്നെയാണ് അല്ലേ. ചില അധികം ഷോപ്പിംഗ് മാളിലൊക്കെ ദുബൈയിലൊക്കെ കണ്ടല്ലേ, അവിടെയൊക്കെ എന്തുണ്ട്, പ്രയർ റൂം ഉണ്ട്. പ്രയർ റൂം എന്തല്ല, പള്ളിയല്ല. അവിടെ ഇത്തികാഫിന്റെ സുന്നത്തും ഇല്ല, തഹിയ്യത്തുൽ മസ്ജിദും അവിടെ ഇല്ല. നിസ്കരിച്ചു പോരാ, ശുദ്ധിയുള്ള സ്ഥലമാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ വീട്ടിലൊക്കെ എന്ത് ചെയ്യാ, വഖഫ് ചെയ്യണ്ട. ഒരാൾക്ക് തോന്നുകയാണ് വഖഫ് ചെയ്തിട്ട് കാലാകാലം വഖഫായിട്ട് തന്നെ കടന്നോട്ടെ എന്നുണ്ടെങ്കിൽ അത് പള്ളിയുടെ സ്ഥാനത്താണ്, പിന്നെ ഒന്നും മാറ്റാൻ പറ്റൂല. അതിന്റെ മേലെടുക്കണതൊക്കെ പള്ളിയാണ്, പിന്നെ മനസ്സിലായില്ലേ? അപ്പൊ അത് നിസ്കാര റൂമായിട്ട് നിലനിർത്തലാണ്. ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോരാൻ പ്രയാസമുള്ളവർ അങ്ങനെ ചെയ്യാൻ നല്ലത്. വഖഫ് ചെയ്യണ്ട. വഖഫ് ചെയ്യുമ്പോൾ എന്താവും, പള്ളിയാവും. പള്ളിയായി കിട്ടാൻ താല്പര്യമുണ്ടോ, അങ്ങനെ ചെയ്യുന്ന വിരോധമില്ല. ഇൻഷാ അല്ലാഹ്.
അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മൾ പറഞ്ഞത് കേട്ടതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الله يا الله يا رحمن يا رحيم. നിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ അല്ലാഹ്. اللهم اجعلنا من الشاكرين الصابرين. അല്ലാഹു ഞങ്ങൾ സബറും ശുക്റുമുള്ള ആളുകളാക്കി തരണേ റബ്ബേ. ദുനിയാവിന്റെ വിഷയത്തിൽ താഴേക്ക് നോക്കാനും ദീനിന്റെ വിഷയത്തിൽ മേലേക്ക് നോക്കി അവരെ പോലെ ആകാൻ പരിശ്രമിക്കാനും ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങൾക്ക് ശുക്ർ ചെയ്യുന്ന നാവും, അല്ലാഹുവേ ദിക്ർ ചൊല്ലുന്ന നാവും, ശുക്ർ ചെയ്യുന്ന ഹൃദയവും, ക്ഷമിക്കുന്ന ശരീരവും, സ്വാലിഹത്തായ എണ്ണയെയും നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, നിന്റെ അംബിയാവും അവലീങ്ങളും ആഖിരീങ്ങളും സ്വാലിഹീങ്ങളും സ്വർഗ്ഗത്തിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളും എത്രയോ തവണ ചൊല്ലുന്ന അൽഹംദുലില്ലാഹ് എന്ന നിനക്കുള്ള ശുക്ർ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തരണേ റബ്ബേ. എല്ലാ നിഅമത്തുകൾക്കും ശുക്ർ ചെയ്യുന്നവരാക്കണേ റബ്ബേ. പ്രയാസങ്ങളിലും നിനക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ റബ്ബേ. ആശ്വാസങ്ങളെപ്പോഴും ശുക്ർ ചെയ്യുന്നവരാക്കണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ, നിഅമത്തുകൾ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നീ അത് അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് നീക്കിത്തരുമെന്നാണല്ലോ, ഞങ്ങളതിന് സഹായിക്കണേ പടച്ചവനെ. ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിലെത്തുന്നവർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അത് ചൊല്ലി അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പരിഹാരം നൽകണേ തമ്പുരാനെ. യാ റബ്ബ് യാ അല്ലാഹ്, നീ ഞങ്ങളെ പരീക്ഷിക്കുന്നത് അത് സഹിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്ക് തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സഹിക്കാനാവാത്ത സുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരല്ലേ പടച്ചവനെ. കുടുംബത്തിലും മാനസികമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. ഭാര്യമാരുടെ, ഭർത്താക്കന്മാരുടെ, കുട്ടികളുടെ, മക്കളുടെ സ്വഭാവദൂഷ്യങ്ങളിൽ, മാതാപിതാക്കളുടെ ചില സ്വഭാവദൂഷ്യങ്ങളിൽ വളരെ പ്രയാസപ്പെടുന്ന മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ, അല്ലാഹുവേ ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരും ഈ സദസ്സിൽ ആരെല്ലാം മാനസികമായ ബുദ്ധിമുട്ടിലുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, യാ അല്ലാഹ്, ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അതിന് പരിഹാരം തരണം പടച്ചവനെ. ആ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരണേ പടച്ചവനെ. ഞങ്ങളോട് ആർക്കെല്ലാം വെറുപ്പുണ്ടോ അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറക്കണേ പടച്ചവനെ. അൽഹംദുലില്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ്, ആരെല്ലാം പിണങ്ങി കഴിയുന്നുണ്ടോ ഹൃദയങ്ങളെ യോജിപ്പിക്കണേ പടച്ചവനെ. തെറ്റിക്കഴിയുന്ന ആളുകളെ നന്നാക്കണേ പടച്ചവനെ. മരിച്ചു പോകുന്നതിന് മുമ്പ് സലാം ചൊല്ലി മിണ്ടുകയും നന്നാവുകയും ചെയ്യുന്ന അവസ്ഥയിലാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, മനസ്സിൽ ശത്രുതയും പകപോക്കലും ഞങ്ങളുടെ കൽബിലേക്ക് തരല്ലേ പടച്ചവനെ. അഹങ്കാരവും കിബറും തരല്ലേ പടച്ചവനെ. ഇഅ്ജാബും റിയാഉം തരല്ലേ പടച്ചവനെ. യാ അല്ലാഹ്, നിനക്ക്